من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ. സൂറത്തുൽ അൻആമിന്റെ 87-ാമത് ക്ലാസ്സിൽ 160-ാമത് ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. വളരെ ചെറിയ ആയത്തുകളാണ്, എന്നാൽ വളരെ വിപുലമായ ആശയങ്ങളുണ്ടെന്ന് ഏതൊരു വിശ്വാസിക്കും ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന, സന്തോഷം നൽകുന്ന ആയത്തുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അധികം വിശദീകരണമില്ലാതെ തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. 160-ാമത്തെ ആയത്ത്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. വല്ലവനും ഒരു നന്മ കൊണ്ടുവന്നാൽ, മൻ വല്ലവനും, ജാഅ ബി കൊണ്ടുവന്നു, അൽ ഹസനത്തി ഒരു നന്മ, ഫലഹു അശ്റു അംസാലിഹാ
അവന് അതിന്റെ 10 മടങ്ങ് ലഭിക്കുന്നതാണ്. 10 മടങ്ങ്. അശ്റുൻ ഫലഹു, അവനുണ്ട് അശ്റുൻ 10 അംസാലുൻ മടങ്ങ്, അതേപോലെയുള്ളത്. മസലുൻ പോലെ, അംസാലുൻ സാധാരണ നമ്മൾ ഉദാഹരണങ്ങൾ എന്ന് പറയാറുണ്ട്. ഇത് അതേപോലെയുള്ളത് എന്ന് പറയാനാണ് അംസാലുൻ എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഹസനത്ത് പോലെയുള്ളത് 10 മടങ്ങായി അവന് ഉണ്ടാകുന്നതാണ്. 10 ഹസനത്തും കൂടെ ഉണ്ടാകും. ഒരു ഹസനത്തിന്, ഒരു നന്മക്ക്, ഒരു നന്മ എന്നല്ല അള്ളാഹു അത് സ്വീകരിച്ചുകൊണ്ട് അതിന് പ്രതിഫലമായി നൽകാൻ പോകുന്നത്, അവർ രേഖപ്പെടുത്തി വെക്കുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കിട്ടാനിരിക്കുന്നത് ഒന്നല്ല, ഒന്നിന് 10. എന്നാൽ ആരാണ് സയ്യിഅത്ത് കൊണ്ടുവരുന്നത്? ജാഅ ബി, കൊണ്ടുവന്നു. അസ്സയ്യിഅത്തുൻ, ഹസനത്തുൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് സയ്യിഅത്തുൻ എന്ന വാക്ക്. ഹസനുൻ എന്ന് പറയാം, സയ്യിഉൻ എന്നും പറയാം, ഹസനത്തുൻ എന്നും പറയാം, സയ്യിഅത്തുൻ എന്നും പറയാം. അത് സ്ത്രീലിംഗാക്കിയിട്ട് ഉപയോഗിച്ച വാക്കൊന്നുമല്ല. ഹസനുൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമായി ഹസനത്തുൻ എന്ന് ഉപയോഗിച്ചതല്ല. ഹസനത്തുൻ എന്നുള്ളത് ഹസനുൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അർത്ഥം. അതിന് മറ്റൊരു വിശദീകരണമാണ് അതിന്റെ ഗ്രാമറിക്കൽ വശം ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും സയ്യിഅത്ത് ചെയ്ത ഒരാൾക്ക് ഫലാ യുജ്സാ, ജസാ നൽകുകയില്ല, ജസാഉൻ പ്രതിഫലം നൽകുകയില്ല, ഇല്ല ഒഴികെ, മിസ്ലഹ അതുപോലെയുള്ളത്. മിസ്ലുൻ അല്ലെങ്കിൽ മസലുൻ എന്നൊക്കെ പറഞ്ഞതിന്റെ ബഹുവചനം നമ്മൾ നേരത്തെ മുകളിൽ കണ്ടു. അംസാലുൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അതിന്റെ ബഹുവചനമാണ് ഉപയോഗിക്കുക, അംസാലുൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു സയ്യിഅത്തിനെ പറ്റി പറഞ്ഞപ്പോ ആ സയ്യിഅത്തിന് കിട്ടുന്ന പ്രതിഫലം, കുറ്റകരമായ പ്രതിഫലം, ശിക്ഷാർഹമായ പ്രതിഫലം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലാ മിസ്ലഹ, അതുപോലെയുള്ളത് അല്ലാതെ മറ്റൊന്നും അല്ല. ഒരു തിന്മക്ക് എത്രയാണ് അതിന്റെ, ആ തിന്മയുടെ തൂക്കത്തിൽ എത്രയാണ് അതിന് പ്രതിഫലം നൽകേണ്ടത്, ശിക്ഷ നൽകേണ്ടത്, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതലൊന്നും എഴുതി വച്ചിട്ടില്ല, കൂടുതലൊന്നും നൽകുകയില്ല. അതിന് പകരം എന്താണ് നൽകേണ്ടത് അത് മാത്രമാണ് നൽകുന്നത്. അതുകൊണ്ടാണല്ലോ ചില ഭാഗങ്ങളിൽ ഒരാളെ വധിച്ചാൽ പകരം അയാളെ വധിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല ഭാഗങ്ങളിലും. അതേപോലെയാണ് ഇസ്ലാമിന്റെ എല്ലാ നടപടികളും. മാത്രല്ല ഒരു ചെറിയ വിശദീകരണം കൂടെ ആ ഭാഗത്ത് നൽകുകയാണ് ഖുർആൻ. എന്താ വിശദീകരണം എന്നറിയോ? വഹും ലാ യുദ്ലമൂൻ, അവരോട് യാതൊരു തരത്തിലുള്ള അനീതിയും, ലുൽമ് കാണിക്കപ്പെടുകയില്ല. യുദ്ലമു, ലുൽമ് കാണിക്കപ്പെടുന്നു, അനീതി കാണിക്കപ്പെടുന്നു, അക്രമം കാണിക്കപ്പെടുന്നു, അക്രമം ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയാം. ഒരു കാരണവശാലും അവരോട് അക്രമം ചെയ്യപ്പെടുകയില്ല. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ബേജാറും വേണ്ട. ഞാൻ ചെയ്യാത്തതിന് ഞാൻ ശിക്ഷിക്കപ്പെടും. ഇവിടങ്ങളിൽ അങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. ഒരു കുറ്റം ചെയ്താലും ഒരുപാട് ഭാരങ്ങൾ അതിന്റെ പേരിൽ ഒരുപക്ഷെ ഏൽക്കേണ്ടി വരുമല്ലോ. കുറ്റം ചെയ്യാത്തവർ പലപ്പോഴും രക്ഷപ്പെടുകയും കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടുകയും കുറ്റം ചെയ്യുന്നവർ പലപ്പോഴും രക്ഷപ്പെടുകയും ചെയ്യാമല്ലോ. എത്രയെത്ര നന്മകൾ ചെയ്താലും അതൊന്നും ആരും വില കൽപ്പിക്കാതെ നന്മയായി കാണാതെ എന്നും അതിനെതിരിൽ അധിക്ഷേപങ്ങളും
പ്രയാസങ്ങളുമൊക്കെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരികയും ചെയ്യാറുണ്ടല്ലോ. പക്ഷെ ഇവിടെ അതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ ചെയ്ത നന്മ ആ നന്മയായി തന്നെയുണ്ട് എന്ന് മാത്രമല്ല, അതിന് 10 ഇരട്ടിയാണ് പ്രതിഫലം നൽകുന്നത് എന്ന് പറയുമ്പോ ഇത് വല്ലാത്തൊരു സമാശ്വാസത്തിന്റെ വചനമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരാശ്വാസമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്നത് എന്ന്. വിശദീകരണത്തിലേക്ക് വരാം. ആയത്തുകൂടെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ. 2 വാക്കുകളാണ് അവിടെ പരിചയപ്പെടുത്തിയത്. ഒന്ന് ഹസനത്തും, രണ്ടാമത്തത് സയ്യിഅത്തും. ആ 2 വാക്കുകൾക്കും 2 സംഗതികൾക്കും പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒന്നിന് 10 ഇരട്ടികൾ എന്നും രണ്ടാമത്തേതിന് അതിന് തത്തുല്യമായത്, അതിന് അതേപോലെയുള്ളത് എന്നുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. മാത്രമല്ല, രണ്ടാമത്തെ വിഷയം പറഞ്ഞപ്പോ ഒരു സംഗതി കൂടെ അതിന്റെ കൂടെ കൂട്ടിപ്പറഞ്ഞിരിക്കുന്നത് അവനോട് ഏതെങ്കിലും തരത്തിലുള്ള യാതൊരു അനീതിയും ചെയ്യപ്പെടുകയില്ല എന്ന കാര്യമാണ്. ഖുർആൻ നന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തെടുത്തു നോക്കൂ. മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു ഖൈറുൻ മിൻഹാ. ആരെങ്കിലും ഒരു നന്മയുമായി വന്നാൽ അവൻ അതിനേക്കാൾ ഉത്തമമായതുണ്ടായിരിക്കും. സൂറത്തു നംലിൽ അള്ളാഹു പറയുന്നുണ്ട്. സാധാരണ ചെയ്ത ഒരു നന്മക്ക് പകരമായിട്ട് കൊടുക്കുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട ഭേദപ്പെട്ട നന്മയാണ്. ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തു, ഒരേ സംഗതി തന്നെ ഒരുപാട് തവണ ചെയ്തു, എന്നിട്ട് അയാൾ സ്വർഗത്തിന്റെ അവകാശിയായി പരലോകത്ത് വരുമ്പോ അയാൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഭംഗിയായതും ഏറ്റവും നല്ലതും ഏറ്റവും പരിപൂർണമായതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ഒരു കർമ്മം ഉണ്ടാവും. അതിൽ 10,000 തവണ ഒരാൾ ചെയ്ത ഒരു നന്മ, ആ നന്മ അള്ളാഹു സ്വീകരിച്ചു, അവന് സ്വർഗം നൽകുകയാണെന്ന് വിചാരിക്കുക. എങ്കിൽ അള്ളാഹു ആ നന്മ സ്വീകരിക്കുന്നത് അതിലേറ്റവും നല്ല, ഏറ്റവും ഭംഗിയായി ചെയ്ത, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായി തോന്നിയ ആ വിശ്വാസിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പടച്ചവന് ഇഷ്ടപ്പെട്ട നിമിഷങ്ങൾ ഏതാണോ ആ നിമിഷങ്ങളാണ് പടച്ചവൻ എല്ലാറ്റിനും കൂടെ പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അത്ര വിലയുണ്ട് വിശ്വാസികളുടെ കർമ്മങ്ങൾക്ക് എന്നാണ്. പിന്നെന്തിന് പേടിക്കണം? പിന്നെന്തിന് നമ്മൾ ബേജാറാകണം? വേറെ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, ചില സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് 10 ഇരട്ടിയല്ല, അത് 700 ഇരട്ടി വരെയും പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ കർമ്മങ്ങളുണ്ട്. അത് സദഖ കൊടുക്കുന്നിടത്താണ്, ധർമ്മം ചെയ്യുന്നിടത്താണ് 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിന്റെ കാര്യം നമുക്കറിയാം, റമളാനിന്റെ കാര്യം നമുക്കറിയാം, രാത്രി സമയങ്ങളുടെ വിഷയം നമുക്കറിയാം. സാധാരണ ചെയ്യുന്ന അമലുകളെക്കാളൊക്കെ ഏറെ പ്രതിഫലാർഹമാണ് റമളാൻ മാസത്തിൽ ചെയ്യുന്നത്. അത് അതിന്റെ അവസാനത്തെ 10ലേക്ക് വരുമ്പോ അത്രയൊന്നുമല്ല. 85 വർഷം ഒരാള് നിന്ന് നമസ്കരിച്ച, ആരാധനകൾ ചെയ്ത, ധർമ്മം ചെയ്ത, നന്മ ചെയ്ത അത്രയും പ്രതിഫലമാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത്. അങ്ങനെ പോകുന്നു അള്ളാഹു നൽകുന്ന നന്മകൾക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത്. പിന്നെ എന്തിന് പേടിക്കണം? അപ്പോ സാധാരണ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മ, ആ നന്മ ഒന്നായിട്ടല്ലട്ടോ അള്ളാഹു എഴുതുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണത്തെ പറ്റി പറഞ്ഞപ്പോ ഖുർആൻ മൊത്തത്തിൽ നിങ്ങൾ ഇങ്ങനെ ഓതിപ്പോകുമ്പോ ഒന്നിരുന്ന് ഒരു തവണ ഓതുമ്പോ അത് ഒരു മൊത്തമായിട്ട് ഒരു പ്രാവശ്യം ഓതുന്നു എന്നല്ല അതിന്റെ പ്രതിഫലമായി അള്ളാഹു രേഖപ്പെടുത്തുന്നത്. മറിച്ച് ആ ഓതിയ ഓരോ വരികൾക്കുമല്ല, ഓരോ സൂറത്തുകൾക്കുമല്ല, ഓരോ വാക്കുകൾക്കുമല്ല, ഓരോ അക്ഷരങ്ങൾക്കുമാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. അത് അതിന്റെ ഖുർആൻ പാരായണത്തിന്റെ പ്രത്യേകതയാണ്. ഓരോ സംഗതികൾക്കും, നമ്മൾ ചെയ്യുന്ന എല്ലാ സംഗതികൾക്കും നന്മകൾക്കും 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോ ഖുർആൻ പാരായണത്തിലേക്ക് വരികയാണെങ്കിൽ, ഖുർആൻ പാരായണം അത് ഓരോ അക്ഷരമാണ്
ആ 10 ഇരട്ടി പ്രതിഫലം നൽകാൻ അള്ളാഹു പരിഗണിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഒരു നമസ്കാരം എന്നത് ഒന്നായിട്ടാണ് പരിഗണിക്കുക. ഒരു നമസ്കാരം ഒരാരാധനയാണ്, എന്നിട്ട് അതിന് 10 ഇരട്ടി കൂലി നൽകുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ഖുർആൻ പാരായണവും ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിനെ ഖുർആൻ പാരായണം എന്ന ഒരു ഇബാദത്തായിട്ടല്ല പ്രതിഫലം നൽകാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അള്ളാഹു പ്രതിഫലം നൽകുന്നത്. മറിച്ച് ആ ഓതിപ്പോയ ഓരോ വാക്കുകൾക്കുമാണ് 10 ഇരട്ടി പ്രതിഫലം നൽകുന്നത്. അപ്പൊ ഒരാള് കുറച്ചു സമയം ഇരുന്ന് അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും? 10 ഇരട്ടിയാണോ? അല്ല. ഓരോ അക്ഷരത്തിന് കിട്ടുന്ന 10 ഇരട്ടികൾ കൂട്ടി നോക്കിയാൽ എത്രയാണോ അത്രയും അധികം പ്രതിഫലമാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് നൽകുന്നത് എന്ന്. അങ്ങനെ നമ്മൾ നന്മകളെ പല വിധത്തിലും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ വ്യത്യസ്തമായ തരത്തിലുള്ള അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു പോകാം. സൂറത്തുൽ ഹദീദിലെ 11-ാമത്തെ വാക്യം, അള്ളാഹുവിന് ആരാണ് ഏറ്റവും നല്ല കടം കൊടുക്കാൻ തയ്യാറുള്ളത്? അങ്ങനെയാണെങ്കിൽ അവന് അള്ളാഹു ഇരട്ടിയാക്കിയിട്ടത് തിരിച്ചു തരാം. പടച്ചോന് കടം കൊടുത്താല് പടച്ചോൻ അത് ഇരട്ടിയാക്കിയിട്ട് തിരിച്ചു തരാം. അത്രയും പ്രതിഫലം നൽകുന്ന, മാന്യമായിട്ട് കൂലി നൽകുന്നവനാണ് പടച്ചോൻ കേട്ടോ. അജറും വലഹു അജറും കരീം, ഏറ്റവും മാന്യായിട്ട് അള്ളാഹു കൂലി നൽകും. അതുകൊണ്ട് പടച്ചോൻ ആരോ കടം കൊടുക്കാൻ തയ്യാറുണ്ടോ? പടച്ചോന് കടം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ, നമുക്കറിയാലോ. വേറൊരു ആയത്ത് സൂറത്തുൽ ബഖറയിലെ 245-ാമത്തെ ആയത്തിൽ, ഇതേപോലെ തന്നെ ഒരായത്തിൽ, ആരാണ് അള്ളാഹുവിനെ നല്ല കടം കൊടുക്കുന്നുള്ളത്? ഖർലൻ ഹസൻ, നല്ല കടം കൊടുക്കാൻ ആരാളുള്ളത്? നല്ല കടം കൊടുക്കുക എന്നാൽ നല്ല സമ്പത്തായിരിക്കണം, നല്ല മനസ്സുകൊണ്ടായിരിക്കണം, നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. അങ്ങനെ കൊടുത്താൽ ധാരാളം ഇരട്ടിയായിട്ട് അള്ളാഹു നൽകുന്നതാണ്. ഒരു ഇരട്ടി എന്നല്ല പറഞ്ഞത്, ധാരാളം ഇരട്ടികൾ എന്ന് പറയുമ്പോൾ 10 ഒതുങ്ങില്ല, 10-ലൊക്കെ കൂടുതൽ പോകാം. ഓരോരുത്തരും നൽകുന്ന സാഹചര്യം അനുസരിച്ച് ആ സംഖ്യയുടെ വലിപ്പച്ചെറുപ്പം അതിന്റെ വ്യത്യാസമില്ലാതെ ഓരോരുത്തരുടെയും മാനസികമായ ആ അവസ്ഥ വെച്ചുകൊണ്ട് അള്ളാഹു അതിന് പ്രതിഫലം നൽകും. വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ തനിക്ക് തന്നെ പ്രയാസമുള്ള ഒരു രംഗത്ത് താൻ ചെലവഴിക്കുന്ന ഒരു ചെറിയ നാണയത്തൊട്ട് അതിനൊരു പക്ഷെ അത് ആഫൻ കസീറത്തൻ ഒരുപാട് ഇരട്ടി കിട്ടുമെന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ ചെലവഴിച്ച ഒരാളെക്കാളും ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അയാൾക്കായിരിക്കില്ലേ അതിന്റെ കൂലി കൂടുതൽ കിട്ടുക. ഇതാണ് കേട്ടോ പടച്ചോന്റെ സംവിധാനം. നന്മകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്ന സംവിധാനം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, കാണുന്നത് പോലെ, നിങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിഫലമല്ല, കൂലിയല്ല, ശമ്പളമല്ല, പ്രതിഫലമല്ല, വേതനമല്ല അള്ളാഹു നൽകുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. ആയത്ത് അവസാനിപ്പിക്കുമ്പോ അള്ളാഹു യഖ്ബിലു വയബ്സുത്തു വഇലൈഹി തുർജഊൻ, അള്ളാഹുവാണ് പിടിച്ചു വെക്കുന്നത്, അള്ളാഹുവാണ് വിശാലമാക്കുന്നത്, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് എന്ന കാര്യം ഓർമ്മ വേണം. നിങ്ങൾ എത്ര പിടിച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ല, നിങ്ങൾ കൈയച്ചിട്ടും കാര്യമല്ല, പടച്ചോനാണ് കേട്ടോ എല്ലാം നിയന്ത്രിക്കുന്നത്. വേറൊരു ആയത്ത്, മസലല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നവർ ഒരു ധാന്യമണി ചെലവഴിച്ചതുപോലെ വിചാരിച്ചാൽ മതി. ഒരു ധാന്യമണി, ചെറിയൊരു വിത്ത്, അത് പാടത്തേക്ക് അവൻ പാടത്ത് ആ വിത്ത് വിതച്ചു എന്ന് കരുതുക. ഒരു ചെറിയ നെൽമണി, ഒറ്റമണി, അത് വിധിച്ചാൽ, അത് പാടത്തിട്ടാല് അത് മുളച്ച് 7 കതിരുകളായിട്ട് മുകളിലോട്ട് പൊങ്ങി വരുന്നത് കാണാം. 7 വന്നു എന്ന് അള്ളാഹു പറയാ.
എന്നിട്ട് ആ 7 ഈ കുല്ലി സുംബുലത്തിന്റെ ഓരോ കതിരിലും 100 ഹബ്ബ, വേറെ 100 ഹബ്ബത്ത്, 100 വിത്തുകൾ ആ ഓരോ കതിരിലുമുണ്ട്. അപ്പൊ എത്രയായി? 700 പണ്ഡിതന്മാർ പറഞ്ഞത് ഈ 700 എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള കർമ്മങ്ങൾക്കൊക്കെ 10 എന്നാണ് അള്ളാഹു പറഞ്ഞത്, അല്ലെങ്കിൽ ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നന്മകളുടെ കൂട്ടത്തിൽ വെച്ച് ധർമ്മം എന്ന നന്മക്ക്, നന്മകളുടെ കൂട്ടത്തിൽ വെച്ച് ധർമ്മം എന്ന നന്മക്ക്, സദഖ എന്ന നന്മക്ക്, സക്കാത്ത് എന്ന നന്മക്ക്, അതേപോലെയുള്ള നന്മകൾക്ക് അള്ളാഹു നൽകുന്നത് 1 അല്ല, 10 അല്ല, ഇരട്ടിയായിട്ട് കൊണ്ടല്ല, 700 ഇരട്ടിയാണ് അതിന് അള്ളാഹു നൽകുന്നത് എന്നാണ് പണ്ഡിതന്മാർ അതിന് രണ്ടിനെയും താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നാലും അള്ളാഹു പല വിധത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു താരതമ്യം മാത്രമാണ്. അപ്പൊ ഏതായിരുന്നാലും ഇതിൽ പ്രത്യേകതകളുണ്ട് എന്ന് മനസ്സിലാക്കാം. വേറൊരു ചിന്ത കൂടെ ഈ ആയത്തിന്റെ, സൂറത്തുൽ ബഖറയിലെ 261 ആയത്തിന്റെ ഭാഗത്ത് പണ്ഡിതന്മാർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നറിയോ? ഈ ഭൂമി അള്ളാഹു സൃഷ്ടിച്ചതല്ലേ? ഈ ഭൂമിയിൽ മനുഷ്യൻ ഇറക്കുന്ന ഒരു വിത്ത്, മനുഷ്യൻ എറിയുന്ന, മനുഷ്യൻ വിതക്കുന്ന ഒരു വിത്ത്, ആ ഒരു വിത്ത് നിനക്ക് 700 ഇരട്ടി 200 ഇരട്ടിയായി നിനക്ക് ആ വിത്തിൽ നിന്നും ഈ ഭൂമി നൽകുന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ കേൾക്കുക, നീ ഭൂമിയിൽ വിതക്കുന്ന ഒരു ചെറിയ വിത്ത്, ഒരു ധാന്യമണി, ആ ധാന്യമണി മുളച്ചു വന്ന് ഒരുപാട് കതിരുകളായി, ആ കതിരുകളിൽ കണക്കിന് ധാന്യമണികൾ ഉണ്ട്. അങ്ങനെ നിനക്ക് 700ഉം 7000ഉം ഒക്കെയായി ആ കതിരിൽ നിന്ന്, ആ ഒരു ചെറിയ ധാന്യത്തിൽ നിന്ന് നിനക്ക് അത്രയും വലിയ തോതിൽ നിനക്ക് ഈ ഭൂമി നിനക്ക് ധാന്യമണികൾ നൽകുന്നുണ്ടെങ്കിൽ, ആ ഭൂമിയുടെ സൃഷ്ടാവിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അവന്റെ കരുണയെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നാ പണ്ഡിതന്മാർ ചോദിക്കുന്നത്. ഭൂമി സൃഷ്ടിച്ച ഭൂമിയിൽ നിങ്ങൾ വിതക്കുന്ന ഒരു ചെറിയ ധാന്യമണി 70,000 ഒക്കെയായി നിങ്ങൾക്ക് ധാന്യമണി തിരികെ നൽകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മ ഈ ഭൂമിയുടെ സൃഷ്ടാവായ രക്ഷിതാവ് നിങ്ങൾക്ക് എത്ര ഇരട്ടിയായിട്ട് നൽകി? അത്രയും വലിയ സ്നേഹമുള്ളവനല്ലേ പടച്ചോൻ? അത്രയും വലിയ കാരുണ്യമുള്ളവനല്ലേ അള്ളാഹു? അത്രയും നന്നായി നിങ്ങൾ അറിയുന്നവൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്നവൻ, പ്രയാസങ്ങളുടെ ഘട്ടത്തിലും നിങ്ങൾ നന്മ ചെയ്യുന്നത് കാണുന്നവൻ, ആ നന്മയെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവനല്ലേ? വല്ലാഹു യുദാഇഫു ലിമൻ യശാ. ഈ ആയത്ത് 226 ആയത്തിന്റെ ബാക്കി ഭാഗത്ത് നമ്മൾ കാണുന്ന ആ ഭാഗം ഇതാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണത്? 700 ഇരട്ടി ധാന്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ ആ ധർമ്മിഷ്ഠനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നിടത്ത് പറഞ്ഞത് വല്ലാഹു യുദാഇഫു ലിമൻ യശാഉ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും ഇരട്ടിയായി കൊടുക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ടും നിൽക്കുന്നില്ല, അവിടെയും നിൽക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. അതാണ് ആയത്തിന്റെ വിശദീകരണം പണ്ഡിതന്മാർ പലരും പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുക. ഒരു ഹദീസ് കൂടെ കേൾപ്പിക്കാം ഈ വിഷയത്തിൽ. അതിങ്ങനെയാണ്: ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു ബിമാ യർവി അൻ റബ്ബിഹി തബാറക വ തആല, അല്ലാഹുവിൽ നിന്ന് അല്ലാഹു പറയുന്ന ഒരു സംഗതി എന്ന പോലെ, ഇന്ന റബ്ബക്കും അസ്സ വജല്ല റഹീമുൻ, മഹാനായ നിങ്ങളുടെ രക്ഷിതാവ് ഏറെ കാരുണ്യവാനാണ് കേട്ടോ. ആ കാരുണ്യവാനായ രക്ഷിതാവ് അവന്റെ ഒരു സംഗതി നിങ്ങളെ കേൾപ്പിക്കാം. ആ രക്ഷിതാവിന്റെ ഒരു സംഗതി, രക്ഷിതാവിന്റെ ഒരു കാര്യം നിങ്ങളെ കേൾപ്പിക്കാം. മൻ ഹമ്മ ബി ഹസനത്തിൻ, ഒരാള്, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ഒരു ഹസനത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു, പക്ഷെ അത് ചെയ്തില്ല.
കതബത്തു ലഹു ഹസനത്തൻ, അത് അവനൊരു നന്മയായിട്ടാണ് എഴുതി വെക്കുന്നത്. കുത്തിബത്തു ലഹു ഹസനത്തൻ, അത് അവനൊരു നന്മയായി രേഖപ്പെടുത്തി വെക്കുന്നു. ഫൈൻ അമിലഹ കുത്തിബത്തു ലഹു അശറ ഇലാ സബ്ഉമിഅത്തി അൽആഫിൻ കസീറ. ഇനി ആ നന്മ അവൻ ചെയ്താൽ ആ നന്മ ഒന്നുകിൽ 10 എന്ന് എഴുതും, അല്ലെങ്കിൽ 11 എന്ന് എഴുതും, അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ മുകളിലോട്ട് എത്രയും എഴുതാം, 100 എന്ന് എഴുതാം. അത് 700 ഇരട്ടി വരെ, 700 ആണ് അവന് ചെയ്തത്, 700 തവണ ചെയ്തതിന്റെ കൂലിയാണുള്ളത്, ഒന്നല്ല എന്നവന് വേണ്ടി എഴുതി വെക്കും. എന്നാൽ വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഒരാളൊരു തിന്മ ഉദ്ദേശിച്ചു, വലയ്യ അമൽഹ, അവനത് ചെയ്തില്ല. അപ്പൊ എന്താ എഴുതി വെക്കുക? ഒരാളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ അവനത് ചെയ്തില്ല, അവന് വേണ്ടി എഴുതി വെക്കുന്നത് കുത്തിബത്തു ലഹു ഹസനത്തൻ. അവിടെയും സയ്യിഅത്ത് എന്നല്ല എഴുതി വെക്കുന്നത്, അവനൊരു നന്മ ചെയ്തു എന്നാണ് എഴുതി വെക്കുന്നത്. കാരണം തിന്മ ഉദ്ദേശിച്ചിട്ട് തിന്മ ചെയ്തില്ലല്ലോ, അതൊരു നന്മയാണ്. ആ തിന്മ അവൻ ചെയ്താൽ അവന് വേണ്ടി എഴുതി വെക്കപ്പെടുന്നത് ഒരു തിന്മ ചെയ്തു എന്നാണ്. ഔ അസ്സ വജല്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അള്ളാഹു ഈ മനുഷ്യന്റെ പാശ്ചാത്താപം കേട്ടിട്ട്, അവന്റെ തൗബ അറിഞ്ഞിട്ട്, അവന്റെ ഇസ്തിഗ്ഫാർ കൊണ്ട് അത് ഒന്നാകെ മായ്ച്ചു കളയുകയും ചെയ്യും. അവൻ ചെയ്തതായിട്ടുള്ള എല്ലാ അടയാളങ്ങളും അള്ളാഹു നീക്കിക്കളയും. അതാണ് അള്ളാഹു വലാ യുഹ്ലികു അലല്ലാഹി ഇല്ലാ ഹാലികുൻ. നശിച്ച മനുഷ്യനുണ്ടല്ലോ, നശിച്ചവൻ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും നശിക്കുന്നത്. ഇത്രയൊക്കെ കാരുണ്യവാനായ റബ്ബിന്റെ കരുണാകടാക്ഷത്തിൽ നിന്ന് മാറിപ്പോയ മനുഷ്യൻ നശിച്ചു പോകുന്നത്, അവൻ കുറ്റക്കാരനായി മാറുന്നത്, അവൻ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് വല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട്, വല്ലാത്തൊരു സ്വഭാവം, അത്ര ചീത്ത സ്വഭാവം അവനിൽ ഉണ്ടായത് കൊണ്ടല്ലേ ആ മനുഷ്യൻ അങ്ങനെ ആയി പോകുന്നത് എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറയുന്നതായിട്ട് വിശദീകരിക്കുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഒരു സംഗതിയെ, ഈ പറഞ്ഞ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ വിശദീകരണ ഭാഗത്ത് പറയുന്ന ചില വിഷയങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്യാതിരുന്നാൽ അതൊരു നന്മയായി രേഖപ്പെടുത്തുന്നു പറഞ്ഞല്ലോ. അതിനൊരു ചെറിയ വിശദീകരണം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയാണ്, തിന്മ പ്രവർത്തിക്കാതെ വിട്ടുകളയുന്ന ആളുകൾ 3 തരത്തിലുണ്ടാകും. തിന്മ ഉദ്ദേശിച്ചിട്ട് ആ തിന്മ പ്രവർത്തിക്കാതെ അതിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകൾ 3 തരത്തിലുണ്ടാകും. ഒന്ന്, ചിലപ്പോൾ അവൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയതാകാം. അങ്ങനെയാകുമ്പോൾ തീർച്ചയായും അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു നന്മയായി തന്നെയാണ് രേഖപ്പെടുത്തി വെക്കുക. രണ്ടാമത്, വേറൊരു സ്വഭാവം, മറന്നുപോയി ചെയ്യാൻ. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് മറന്നുപോയി, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഉപേക്ഷിച്ചവനാണെങ്കിൽ അതവന് ഗുണവുമല്ല ദോഷവുമല്ല. കാരണം അവൻ അത് രണ്ടും ചെയ്തിട്ടില്ലല്ലോ. ഗുണവുമല്ല ദോഷവുമല്ല, കാരണം അവൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതങ്ങനെയാണ് കരുതേണ്ടത് എന്ന്. മൂന്നാമതൊരു വേറെ ചില കാരണങ്ങൾ കൊണ്ട് വേറൊരവസ്ഥ ഉണ്ട്, ഈ തിന്മ ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല, ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കുറ്റം ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും പരിശ്രമങ്ങളും ഒക്കെ നടത്തി കുഴങ്ങി തിരിഞ്ഞു പോന്നു എന്നല്ലാതെ, പിരിഞ്ഞു പോന്നു എന്നല്ലാതെ, അതങ്ങനെ അവസാനം അവൻ ആ തിന്മ ഉപേക്ഷിച്ചതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവസ്ഥ? അവൻ ആ തിന്മ പ്രവർത്തിച്ചവൻ പോലെ തന്നെയാണ് ഉണ്ടാവുക. അതിനൊരു ഉദാഹരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രബലമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, 2 മുസ്ലിങ്ങൾ വാളുമായി പരസ്പരം ഏറ്റുമുട്ടിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. 2 ആള് അടികൂടി, എന്നിട്ട് ഒരാള് കൊല്ലപ്പെട്ടു,
രണ്ടാള് കത്തിക്കുത്ത് നടത്തി. എന്നിട്ട് അതിലൊരാൾ കൊല്ലപ്പെട്ടു, രണ്ടാളും നരകത്തിലാ. അപ്പോ സഹാബത്ത് ചോദിച്ചു, കൊന്നവന്റെ കാര്യം ശരി, കൊല്ലപ്പെട്ടവന്റെ കാര്യം, ആ മരിച്ചുപോയവന്റെ, വധിക്കപ്പെട്ടവന്റെ കാര്യം എന്താണ് എന്ന് സഹാബികൾ ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? ആ കൊല്ലപ്പെട്ടവന്റെ വിചാരവും എന്ത് തന്നെയായിരുന്നു? അവനെ കൊല്ലണം, എതിരാളിയെ കൊല്ലണം എന്ന് തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് രണ്ടുപേരും നരകത്തിന്റെ അവകാശികളാണ് എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, അതാണ് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറാതെ അതിനൊരുപാട് ശ്രമം നടത്തി അവസാനം പരാജയപ്പെട്ട് പിരിഞ്ഞു പോകുന്ന അവസ്ഥ, അതൊരു ആ അവസ്ഥ തെറ്റിൻ്റെതായി തന്നെയാണ് പരിഗണിക്കപ്പെടുക എന്ന് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ നന്മയെയും തിന്മയെയും, പ്രത്യേകിച്ച് നന്മകളുടെ പ്രതിഫലത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഖുർആനും ഹദീസും ഒക്കെ അത് സംബന്ധമായിട്ട് പറഞ്ഞു തന്ന സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ജുമുഅ അടുത്ത ജുമുഅ വരേക്ക് അതിനിടക്കുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു. ഒരു ഉംറ അടുത്ത ഉംറ വരേക്ക് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാഹചര്യം ഒരുക്കുന്നു. ഒരു റമദാൻ അടുത്ത റമദാൻ വരേക്കുമുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ അതിന് സാഹചര്യം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു ഉംറയുടെ കൂലി, ഒരു ജുമുഅയുടെ കൂലി, ഒരു റമദാനിൽ ചെയ്ത അമലിന്റെ കൂലി എന്നൊക്കെ പറയുന്നത് ഒരു ദിവസത്തേക്ക് മാത്രം തങ്ങി നിൽക്കുന്നില്ല. ഒന്നുകിൽ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കൂലിയാണ്, അല്ലെങ്കിൽ ഒരു വർഷം വരേക്കും നീണ്ടു നിൽക്കുന്ന കൂലിയാണ്, അല്ലെങ്കിൽ ഒരു ഉംറ കഴിഞ്ഞ് അടുത്ത ഉംറക്ക് പോകുന്നത് വരേക്കുമുള്ള കൂലിയാണ്. അത്രയുമാണ് അവന്റെ മനസ്സിൽ. അടുത്ത ഉംറയും ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് അങ്ങനെ അതിന് കാത്തിരുന്ന അവസരം വന്നപ്പോ, അപ്പൊ അതൊക്കെ എത്ര വലിയ വിശാലമായ രൂപത്തിലാണ് അതിന് പ്രതിഫലം നൽകപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ പറഞ്ഞത്, ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദത്തുൻ, നന്മ ചെയ്തവർക്ക്, അഹ്സൻ എന്ന് പറഞ്ഞാൽ ഹസന് ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക്, നല്ലത് ചെയ്തവർക്ക് അൽ ഹുസ്ന, അതിന്റെ ഏറ്റവും നല്ല രൂപത്തിലുള്ളതാണ് പ്രതിഫലമായി കിട്ടുന്നത്. വസിയാദത്തുൻ, അതിന്റെ കൂടെ കുറെ കൂടെ വർധനവും ഉണ്ടാകും, കുറെ കൂടെ എക്സ്ട്രാ കൊടുക്കും, അവർക്ക് കൂടുതൽ കൊടുക്കും എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിശദീകരണങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ആ കൂടുതൽ എന്ന് പറയുന്നത് റുഅ്യത്തുല്ലാഹി തആല, അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും. അതും ഈ നന്മ ചെയ്യുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ കൂട്ടത്തിൽ അവർ എണ്ണേണ്ടതാകുന്നതെന്നാണ്. ഏറ്റവും വലിയൊരു നന്മ ചെയ്യുന്ന ആളുകൾക്കുള്ള ഏറ്റവും നല്ല ഒരു സംഗതി എന്ന് പറയുന്നത് ഈ പ്രതിഫലത്തെക്കാൾ, ഈ കിട്ടുന്ന പ്രതിഫലങ്ങളെ പോലെ തന്നെ അവരുടെ മനസ്സിന് കിട്ടുന്ന ഒരു തുമൈനീനത്തും സആദത്തും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടല്ലോ. ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്തു കഴിഞ്ഞതിനുള്ള ഒരു സംതൃപ്തി ഉണ്ടല്ലോ, മനസ്സിൽ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ. ആ ആനന്ദമാണ് ഏറ്റവും വലിയ ആനന്ദം, ഏറ്റവും വലിയ സന്തോഷം. അതാണ് അയാളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും പ്രതിഫലം, ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് പോകുന്നുണ്ട്. വേറൊരു ഹദീസിൽ കാണാം നമുക്ക്, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, എല്ലാ സംഗതികളിലും അള്ളാഹു നന്മ വെച്ചിട്ടുണ്ട്. നന്മയായ രൂപത്തിൽ അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എല്ലാ രംഗങ്ങളിലും അള്ളാഹു വെച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോ കുല്ലമാ സാദൽ ഇഹ്സാനു ഫി ഇഹ്സാനിഹി, നന്മ ചെയ്യുന്നതിൽ എന്തുമാത്രം വർധനവ് ഒരാൾക്ക് വരുത്താൻ സാധിക്കുമോ, സാദത്ത് ദറജാത്തുഹു ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ പദവി ഇങ്ങനെ ഉയർന്നു പോവുകയും ചെയ്യും. നന്മ ചെയ്താൽ കൂലി കിട്ടും, ശരി. അതോടൊപ്പം നന്മ ചെയ്യുന്ന മനുഷ്യന് ഒരു വളർച്ച ഉണ്ടാകും, അവൻ ഉയർന്നു പോകും. എന്നിട്ടോ അള്ളാഹുവിന്റെ അടുക്കലുള്ള ദർജ ഉയർന്നിട്ട് വലിയ മെച്ചപ്പെട്ട വലിയൊരാളായിട്ട്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഗ്രേഡുള്ള ഒരാളായിട്ട് അയാളെ മാറും. ഇവിടെ ഏറ്റവും വലിയ ഗ്രേഡ് ആർക്കാ? ഏറ്റവും വലിയ ഗ്രേഡ് ഉള്ള ആളാ. ഒരു ഗ്രേഡ് നമ്പർ 1, 2, 3
അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജോലികളിലൊക്കെ ഗ്രേഡിംഗ് സംവിധാനമുണ്ട്. ഏറ്റവും വലിയ ഗ്രേഡ് ആരൊക്കെയായിരിക്കും ഭൂമുഖത്ത്? നമ്മുടെ ഇന്ത്യ രാജ്യം പരിശോധിച്ചാൽ ഏറ്റവും വലിയ 1-ാം നമ്പർ, രാജ്യത്തിലെ പ്രഥമ പൗരൻ എന്നൊക്കെ പറയുന്നത്, അതിന് ശേഷമുള്ള ആള് എന്നൊക്കെ പറയുന്നത് ആരായിരിക്കും? നമുക്കറിയാമല്ലോ. പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ അതേസമയം തന്നെ അവരെക്കാളൊക്കെ ഒരുപാട് ഗ്രേഡ് കൂടുതലുള്ള ആളുകൾ ഒരുപാട് ഈ ഭൂമുഖത്ത് ആ നാടുകളിലൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇവരുടെ ഗ്രേഡ് ഏറ്റവും താഴെയായിരിക്കും, മൈനസ് ആയിരിക്കും. ഏറ്റവും താഴെത്തട്ടിലേക്കാണ് അവര് പിന്നെ ഗ്രേഡ് താഴ്ന്നു പോകുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നന്മയുടെ വേറെ ചില പ്രത്യേകതകൾ. ആ നന്മകൾക്കുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്. നന്മകൾ സയ്യിആത്തുകൾ നീക്കിക്കളയും. നിങ്ങൾ ഒരു നന്മ ചെയ്താല് അത് നേരത്തെ ചെയ്ത ചില സയ്യിആത്തുകളെ വിഭാടനം ചെയ്യും, അത് തുടച്ചു നീക്കിക്കളയും. നന്മയുമായി നിങ്ങൾ നടന്നു പോകുമ്പോ നേരത്തെ തിന്മയുമായി നടന്നുപോയ ആ കാലടികൾ പതിഞ്ഞ ആ പാടുകളിൽ, ആ കുഴികളിൽ നന്മയാകുന്ന ആ മണൽത്തരികൾ വന്ന് നിറഞ്ഞ് ആ കുഴികൾ മൂടിപ്പോയിട്ടുണ്ടാകും. ചെയ്ത ആ തിന്മകൾ കാണാത്ത വിധം ഇവിടെ പ്രൊജക്ട് ചെയ്തു നിൽക്കുന്നത് പിന്നെ നിങ്ങളുടെ ആ നന്മയുടെ കാലടികളായിരിക്കും. ഒരു മണലിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന് നിങ്ങൾ കരുതുക, ആദ്യം അയാൾ നടന്നു പോകുന്നത് അയാളുടെ ആ കാലടികൾ ഓരോന്നും സയ്യിഅത്താണ് എന്ന് സങ്കല്പിക്കുക. മോശങ്ങളാണ്, തെറ്റുകളാണ്, കുറ്റങ്ങളാണ് എന്ന് കരുതുക. എന്നാൽ അയാൾ വീണ്ടും രണ്ടാമതൊന്നുകൂടെ നന്മകളുമായി നടന്നു പോകുമ്പോ ആ നേരത്തെ നടന്നുപോയ തെറ്റുകളാകുന്ന ആ കാലടികളിൽ ആ അടയാളങ്ങൾ ഓരോന്നും ഈ നന്മകളുടെ കാലടികൾ അവിടെ പതിഞ്ഞ് അതില്ലാണ്ടായി തീരുന്നതാണ്. ഇതാണ് നന്മകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞുപോയ പാപങ്ങൾ, സയ്യിആത്തുകൾ അത് മായ്ച്ചു കളയാൻ കൂടി അതുകൊണ്ട് കാരണമായി തീരും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. 160-ാമത്തെ ആയത്താണ് നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചത്. ഏറെ സന്തോഷം തോന്നുന്ന, സമാധാനം തോന്നുന്ന, വിശ്വാസികൾക്ക് ഏറെ ആശ്വാസം തോന്നുന്ന, എത്ര ചെറിയ നന്മയാണെങ്കിലും ആ നന്മ ചെയ്യാൻ ഒരു മടിയും കാണിക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിന് നൽകുന്ന ഊർജം നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ അവഗണിച്ചാലും പ്രയാസപ്പെടുത്തിയാലും നമുക്കതിന് ഒരു കൂലിയും ഈ ലോകത്ത് വെച്ച് ആരും തന്നിട്ടില്ലെങ്കിലും നമുക്ക് നന്മ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവൻ എനിക്ക് പദവി ഉയർത്തിത്തരും, അതിന്റെ ഇരട്ടിയായിട്ട് അവൻ എനിക്ക് നാളെ പരലോകത്ത് തിരിച്ചു തരും. വസിയാദത്തിന്റെ, എന്നിട്ട് എന്റെ റബ്ബിനെ കാണാനുള്ള സൗഭാഗ്യവും എനിക്ക് എന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകും എന്നിങ്ങനെയുള്ള സമാധാനമാണ്, സന്തോഷമാണ്, അതിനുള്ള ആശ്വാസമാണ്, അത് പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത്. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്